കർത്താവിൻ്റെയും പാവനമായ പരിശുദ്ധമായ ശ്രേഷ്ഠനാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ പരിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും കർത്തൃദാസിമാർക്കും സഹോദരന്മാർ സഹോദരിമാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ 75:4. സങ്കീർത്തനങ്ങൾ 75:4. ഡംഭം കാട്ടരുതെന്ന് ഡംഭികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുതും ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുതും. കിഴക്കു നിന്നല്ല പടിഞ്ഞാറു നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നതും. ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. ഇവിടെയും ദൈവം നമുക്കെല്ലാവർക്കും ഒരു സന്ദേശം നൽകുകയാണ്, ആഹ്വാനം നൽകുകയാണ്. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളുടെ കൊമ്പ്, അഹങ്കാരത്തിന്റെ കൊമ്പ്, നിഗളത്തിന്റെ കൊമ്പ്, ഗർവത്തിന്റെ കൊമ്പ്, ഞാനെന്ന ഭാവം, തൻ്റെ ഇടം, അഹങ്കാരം, ഈ കൊമ്പുകളൊന്നും ഉയർത്തരുത് എന്നും കർത്താവ് പറയുകയാണ്. നമുക്ക് മൃഗങ്ങൾക്കുള്ളതുപോലെ കൊമ്പുകളില്ല എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അനേകം കൊമ്പുകളുണ്ട്. ഈ കൊമ്പുകളെല്ലാം മുറിയപ്പെടണം. ഈ കൊമ്പുകളെല്ലാം അപകടകാരികളാണ്. ഈ കൊമ്പുകൾ എല്ലാം നമ്മളെ നാശത്തിലേക്ക് എത്തിക്കും. കർത്താവ് എല്ലാം ആടുകളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ചെമ്മരി ആടുകളുണ്ട്, മുട്ടാടുകളുണ്ട്, കോലാടുകളുണ്ട്. ആടുകൾ തന്നെ പല കാറ്റഗറി ഉണ്ട്. എല്ലാം ആടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ കർത്താവ് ആടുകളിൽ തന്നെ തൻ്റെ വലതുവശത്തുള്ള ആടുകളോട് പറയും, ചെമ്മരി ആടുകൾ എപ്പോഴും അതിൻ്റെ തല താഴോട്ടായിരിക്കും. അതൊരിക്കലും കൊമ്പ് കുലുക്കുവാനും ഇടയനെ ഇടിച്ചിടുവാനും മറ്റുള്ള ആടുകളെ ഉപദ്രവിക്കുവാനും ഈ ചെമ്മരി ആടുകൾ ഒരിക്കലും പോകാറില്ല. ഇടയന്റെ വടി അത് മാത്രമാണ് അതിൻ്റെ മുമ്പിൽ. ഇടയന്റെ കാൽപാദങ്ങളും ഇടയന്റെ വടിയും. ആ വടി എങ്ങോട്ടാണോ പോകുന്നതും ആ വടിയെ നോക്കിയാണ് ഈ ആടുകൾ അനുഗമിക്കുന്നത്. എന്നാൽ കോലാടുകളുണ്ട്, മുട്ടാടുകളുണ്ട്. ഇതൊക്കെ ഒരു തക്കം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള ആടുകളെ അത് ഇടിച്ചിടും. തക്കം കിട്ടിയാൽ ഒരവസരം കിട്ടി ഇടയനെയും അത് ഇടിച്ച് താഴെയിടും. അങ്ങനെയുള്ള ഈ കൊമ്പ് കുലുക്കി തലയെല്ലാം ഉയർത്തി നിൽക്കുന്ന കോലാടുകളുണ്ട്, കൊമ്പുള്ള ആടുകളുണ്ട്. ഈ എല്ലാവരും ആടുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസഭയിലും ഇതുപോലെ തന്നെയാണ്. അതേ, സൗമ്യതയും താഴ്മയും ഉള്ള ആടുകളുമുണ്ട്. കൊമ്പുകളില്ലാത്ത, ഇടയന്റെ പാദങ്ങൾ നോക്കി ഇടയന്റെ വടി മാത്രം മുന്നിൽ കണ്ടുകൊണ്ടും യാത്ര ചെയ്യുന്ന, അനുഗമിക്കുന്ന ആടുകളുണ്ട്. കോലാടുകളുണ്ട്, മുട്ടാടുകളുമുണ്ട്. അവസാനം ഇതിനെ വേർതിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ വേർതിരിക്കുന്ന സമയത്താണ് തിരിച്ചറിയുന്നത് എല്ലാം കയ്യിൽ നിന്നും പോയി എന്ന്. ഇന്ന് നമുക്കൊരവസരമുണ്ട്. നമുക്ക് കൊമ്പുകൾ ഉണ്ടെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. ഈ കൊമ്പുകളൊന്നും എന്ത് ചെയ്യരുത്? മേലോട്ട് ഉയർത്തരുതെന്നും ഇവിടെ ദൈവദാസൻ നമുക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഡംഭം കാട്ടരുതെന്ന് ഡംഭികളോടും. എത്ര മനോഹരമായിട്ടാണ് ഈ വാക്കുകളൊക്കെ എവിടുന്നാ കിട്ടിയെന്ന് നോക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടാണ്. നോക്കണം, ഈ ബൈബിൾ വിവർത്തനം ചെയ്തത് ക്രിസ്ത്യാനികളല്ല. ഇത് രണ്ട് ഹിന്ദുക്കളാണ്. ചാത്തുമേനോനും വൈദ്യനാഥ അയ്യര്, സംസ്കൃത മലയാള വ്യാകരണ പണ്ഡിതനായ വൈദ്യനാഥ അയ്യരും ഇംഗ്ലീഷ് മലയാള ഭാഷാ പണ്ഡിതനായിരുന്ന ചാത്തുമേനോനും രണ്ടുപേരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരുന്നില്ല. അവരാണ് ഈ മലയാളത്തിലേക്ക് ഈ ബൈബിള് വിവർത്തനം ചെയ്തത്. നോക്കണം, എത്ര മനോഹരമായിട്ടാണ് ദൈവം അവർക്ക് കൊടുത്ത ആ കൃപ. എത്ര മനോഹരമായിട്ടാണ്. അവരുടേതായ ഒരു ഭാഷകളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എല്ലാം പരിശുദ്ധാത്മാവിന്റെ ടച്ചോട് കൂടെയാണ്. അവസാനം വർഷങ്ങളെടുത്ത് ഇതിന്റെ വിവർത്തനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ
ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമ്മൾ ഇതിന് എന്താണ് പേരിടേണ്ടത്. ഇന്ത്യയിലെ മുഴുവൻ പുസ്തകങ്ങളും വേദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അതിന് വേദസംബന്ധമായ ഒരു പേര് ഇതിനിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പല വേദങ്ങളും ഇന്ത്യയിലുണ്ട്, പല വേദപുസ്തകങ്ങളും ഉണ്ട്. അപ്പോൾ ഇവര് പല പേരുകളും സജസ്റ്റ് ചെയ്തു. ചാത്തുമേനോൻ പറഞ്ഞു നമുക്ക് നാളെ ഒരു തീരുമാനമെടുക്കാം. അന്ന് രാത്രി താൻ കിടന്നുറങ്ങുമ്പോൾ താൻ വിവർത്തനം ചെയ്ത ഓരോ ഭാഗങ്ങളും തൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുകയാണ്. അടുത്ത ദിവസം അവരെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, എടോ, ഇത് സത്യവേദമാണ്. വേദങ്ങൾ അനവധി ഉണ്ടെങ്കിലും ഇത് മാത്രമാണ് സത്യവേദം. ഇത് മാത്രമാണ് സത്യവേദം. അതുകൊണ്ട് നമുക്ക് ഇതിന് സത്യവേദം എന്ന് പേരിടാം. അങ്ങനെയാണ് നമ്മുടെ മലയാളം വേദപുസ്തകത്തിന് സത്യവേദ പുസ്തകം എന്ന് പേര് വരുവാൻ കാരണമായി തീർന്നത്. വിശുദ്ധ ബൈബിൾ എന്ന് മലയാളത്തിൽ എഴുതുകയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല വന്നതും. ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് വേദങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടും നമ്മുടെ മലയാളം ബൈബിളിന് സത്യവേദ പുസ്തകം, ഇപ്പോഴും അച്ചടിച്ച് പ്രിന്റ് ചെയ്യുന്ന മലയാളം പുസ്തകങ്ങളിലെല്ലാം സത്യവേദ പുസ്തകം, ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ദൈവികത്വം, ആ സത്യഗ്രന്ഥത്തിന്റെ ആ ശക്തി വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എത്ര ശ്രേഷ്ഠമാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. വൈദ്യനാഥ് അയ്യർ വിശ്വാസത്തിലേക്ക് വന്നില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം സത്യമാണെന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം യേശുവിനെ വായ്കൊണ്ട് ഏറ്റു പറഞ്ഞില്ല. പക്ഷെ ചാത്തുമേനോൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വായ്കൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു വായ്കൊണ്ട് യേശുവിനെ ഏറ്റുപറയുകയും താൻ ഒരു ക്രിസ്ത്യാനിയായി തീരുകയും തൻ്റെ തലമുറകൾ മുഴുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അഹങ്കരിക്കരുത്. എന്തിനായി അഹങ്കരിക്കുന്നത്? എന്തിനായി നിഗളിക്കുന്നത്? എന്തിനായി ഉന്നത ഭാവം? കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ലോകത്തിൽ ഉന്നതമായതും ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്നതാണെന്നും ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ ശ്രേഷ്ഠമെന്ന് തോന്നുന്നുവോ അതിന് നമ്മുടെ ജനറൽ സെക്രട്ടറി പദമാണെങ്കിലും പ്രസിഡന്റ് പദമാണെങ്കിലും ഇനി നമുക്ക് ഉള്ള സ്ഥാനങ്ങളോ മാനങ്ങളോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അതെല്ലാം വെറും ചവറാണ്. ഏറ്റവും വലിയ സ്ഥാനമുള്ള ആളായിരുന്നല്ലോ, ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നല്ലോ, വൈജ്ഞാനികനായിരുന്നല്ലോ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ ജ്ഞാനം അദ്ദേഹത്തിന് തന്നെ കൗണ്ട് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഞാനിതെല്ലാം ചവറെന്നെണ്ണുന്നു, ഇതെല്ലാം ചപ്പെന്നെണ്ണുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രശംസിക്കുവാനായിട്ട് എന്തിരിക്കുന്നു? നമ്മൾ മരിച്ചു കഴിഞ്ഞവരാണ്. മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന് എന്ത് മാന്യതയാണ്? പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിച്ചു കഴിഞ്ഞിട്ട്, ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ജീവിച്ചു കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. പക്ഷെ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും. ചാകാത്തിടത്തോളം കാലം ഒരു നല്ല ഫലം നമ്മളിൽ നിന്നും ഉണ്ടാകത്തില്ല. അതങ്ങനെ തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. നട്ടപ്പോഴും ഒരു കൊട്ടം, പറിച്ചപ്പോഴും ഒരു കൊട്ടയെന്ന പോലെ ഇത് നിലത്ത് വീഴാത്തിടത്തോളം കാലം, ഇത് മണ്ണിൽ മറയാത്തിടത്തോളം കാലം ഇതിൽ നിന്നും ഒരു ഫലം ഉണ്ടാകുമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ഇവിടെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഡംഭം കാട്ടരുതെന്ന് ഡംബികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുതും ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുതും. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളോട് പറയുകയാണ്, മത്തായി 11:29, മത്തായി 11:29, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമ്മുടെ കർത്താവ് നമ്മൾ അനുഗമിക്കുന്നതും നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അനുയായികളല്ല, നമ്മൾ ടിപ്പു സുൽത്താന്റെ അനുയായികളുമല്ല.
നമ്മൾ ഇദി അമ്മീൻ്റെ അനുയായികളുമല്ല. നമ്മൾ അനുഗമിക്കുന്നതും നമുക്ക് അനുഗമിക്കാൻ പറ്റിയ ഒരു ഗുരുവുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സൗമ്യതയുടെ ഏറ്റവും വലിയ മുഖമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നോക്കണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സൗമ്യത നമ്മളെല്ലാവരും പ്രാപിക്കണം. ആ സൗമ്യതയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇപ്പോഴും മനുഷ്യർ നമ്മളെ തന്നെയാണ് കാണുന്നതെങ്കിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നില്ല. നമ്മളിൽ വ്യത്യാസം ഉണ്ടാകണം. ചെറിയ വ്യത്യാസമല്ല, പൂർണ്ണമായ വ്യത്യാസം. ഡേ നൈറ്റ് പോലെ പൂർണ്ണമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. മനുഷ്യരാൽ അസാധ്യമാണ്. മനുഷ്യരാൽ ഒന്നും ഒരു മാറ്റവും കൊണ്ടുവരുവാൻ, നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റുവാൻ വേണ്ടി കഴിയും, നമ്മുടെ കൃതാവിൻ്റെ ഷേപ്പ് ഒക്കെ മാറ്റുവാൻ വേണ്ടി കഴിയും, താടിയുടെ ഒക്കെ രൂപങ്ങൾ മാറ്റുവാൻ കഴിയും, നമ്മുടെ ഡ്രസ് കോഡുകളൊക്കെ, ഡ്രസ്സിൻ്റെ ഒക്കെ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. ചിലപ്പോൾ നമ്മുടെ സംസാരവും നടപ്പും ഒക്കെ ഇച്ചിരിയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല. ഈ പുറമേയുള്ള മാറ്റങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്, മറിച്ച് ആന്തരികമായ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പാമ്പ് വിചാരിക്കുകയാണ് എനിക്കൊരു മാറ്റം വേണം. എത്ര കാലമായിട്ടാണ് ഇങ്ങനെ, ഈ ഭംഗി എനിക്ക് പോരാ, ഒരു മാറ്റം എനിക്ക് വേണം. അങ്ങനെ പാമ്പ് ഒരു 7 ദിവസം എന്ത് ചെയ്യും? ഒരു ഉപവാസം പ്രഖ്യാപിക്കും. ഒന്നും കഴിക്കാതെയും 7 ദിവസം ഇരിക്കും. 7 ദിവസമോ 10 ദിവസമോ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ശരീരം ചെറുതാകും, ഈ ഫാറ്റ് എല്ലാം കൂടെ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിൻ്റെ പഴയ തുകല് ഇളകിപ്പോകുവാനിടയായിത്തീരും. പാമ്പ് പടം പൊഴിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഗ്ലേസിംഗ് ആണ്, മനോഹരമായ പുതിയ ഒരു തോല് ഇതിന് കിട്ടും. പാമ്പിന് തന്നെ എന്തൊരു സന്തോഷമാണെന്ന് അറിയാം ഇത് കാണുമ്പോൾ. എന്നിൽ ഒരു വലിയ മാറ്റം നടന്നിരിക്കുന്നു എന്നും പാമ്പ് പറയുകയാണ്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടുന്നത്, ഈ പാമ്പിൻ്റെ അകത്തുള്ള വിഷം അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈ വിഷം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം പുറമേ എന്ത് മാറ്റം വന്നെന്ന് പറഞ്ഞാലും ആ മാറ്റം കൊണ്ട് അതിന് മാത്രമേ സന്തോഷിക്കുവാൻ കഴിയും. പുറമേ ഉള്ള മാറ്റമല്ല ദൈവം ആഗ്രഹിക്കുന്നതും. അകത്തുള്ള ഈ വിഷം പോകാത്തിടത്തോളം കാലം പാമ്പ് എത്ര പടം പൊഴിച്ചെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. നമുക്കറിയാം, കഴുകനും തോന്നുകയാണ് എനിക്കും ഒരു മാറ്റം ആവശ്യമാണ്, എനിക്കും ഒരു പുതുക്കം ആവശ്യമാണ്. അതുകൊണ്ട് കഴുകൻ ഇരിക്കുന്നത് ഒരു 6 മാസം കുത്തിയങ്ങിരിക്കും. വലിയ ഉയരത്തിലുള്ള വലിയ പാറയുടെ വിള്ളലുകളിലും അതൊരു 6 മാസം അങ്ങ് ഇരിക്കും. എന്നിട്ട് ശരീരം മുഴുവനും അങ്ങ് ശോഷിച്ച് തൻ്റെ മുഴുവൻ ഫാറ്റുകളും മാറും. അതിനുശേഷം വളഞ്ഞ് ചുരുണ്ടുപോയ, കൊത്തിപ്പറിക്കുവാൻ കഴിയാതെ വണ്ണം വളഞ്ഞ് കറങ്ങിപ്പോകുന്ന, ചുരുണ്ടിരിക്കുന്ന അതിൻ്റെ ത്വക്ക് പാറയ്ക്കകത്ത് ഒരച്ചൊരച്ച് അതിൻ്റെ വളഞ്ഞ് അകത്തോട്ട് കയറിയിരിക്കുന്ന ചുണ്ടത് മുഴുവൻ രാഗി ശരിയാക്കും. അങ്ങനെ മുഴുവൻ പഴയ തുകലുകളെല്ലാം പൊഴിഞ്ഞു പോകും. 1-2 തുകലുകളെ പൊഴിഞ്ഞു പോകാതിരിക്കുമ്പോൾ സ്വന്തം കൊക്കുകൾ കൊണ്ട് അത് കൊത്തി വലിച്ച്, ചോര വന്നാലും അത് കൊത്തി വലിച്ചു കളയും. കാരണം എല്ലാ തുകലുകളും പോയി 2-3 പഴയ തുകലുകൾ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് അതിൻ്റെ സ്വന്തം കൊക്കുകൾ കൊണ്ട് അത് കൊത്തി വലിച്ച്, ചോര വന്നാലും അത് വലിച്ചു കുറച്ച് കളയും. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കും. കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിന് പുതിയ തുകലുകൾ ലഭിക്കും. ഈ പ്രോസസ്സിങ് മുഴുവൻ നടക്കുവാൻ വേണ്ടി ഏകദേശം 6 മാസത്തോളം എടുക്കും. അത് കഴിഞ്ഞ് പുതിയ ചിറകുകൾ, പുതിയ തുകലുകൾ ഇതിനെ ലഭിക്കുവാനിടയായിത്തീരും. അങ്ങനെ വീണ്ടും അതിനെ പറക്കുവാൻ ഭാരമെല്ലാം കുറഞ്ഞും വളരെ ശോഷിച്ചു
ശക്തിയുള്ള ചിറകുകൾ ലഭിക്കുന്നു, ചുണ്ടുകൾ എല്ലാം നേരെയാകുന്നു. അവസാനം ഇത് പറക്കുകയാണ്, അനന്ത വികായസിലേക്ക്, മേഘങ്ങൾക്ക് മീതെ അത് പറക്കുകയാണ്. അതിന് സന്തോഷം അടക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. എത്ര വലിയ മാറ്റമാണ് അതിൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. പക്ഷെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര ജീവിതത്തിൽ മാറ്റം വന്നാലും, എത്ര ഉപവസിച്ചെന്ന് പറഞ്ഞാലും, എത്ര ദൂരെ നിന്നാണെങ്കിലും ഒരു ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? അതിൻ്റെ കണ്ണ് അതിലേക്ക് പായുകയാണ്, അത് അവയിലേക്ക് ചെല്ലുവാനിടയായിത്തീരുന്നു. നോക്കണം, കുറേ നാളുകൾ നമ്മൾ ഇരിക്കുന്നു, ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ വീണ്ടും പാപം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ ജയിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. അതെ, പലപ്പോഴും നമ്മൾ പറയരുതാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നു, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, കേൾക്കരുതാത്ത കാര്യങ്ങൾക്ക് കേൾക്കുവാൻ ചെവി കൊടുക്കുന്നു. നമ്മുടെ ഹൃദയം പാപത്തിലേക്ക് വശീകരിക്കപ്പെടുന്നു. കുറേ ദിവസങ്ങൾ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നടിയുവാൻ തീർന്നു. എന്നാൽ മറ്റൊരു ജീവിയുണ്ട്, അതിന്റെ തുടക്കം മുഴുവൻ ചെളിക്കകത്തു നിന്നാണ്, അഴുക്കിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് തുടക്കം. അത് അതിനകത്ത് നിന്ന് വളർന്ന് 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 അവസാനം ഇതിനകത്ത് നിന്ന് പൊട്ടി പുറത്തേക്ക് വരികയാണ്. അതിനെ പ്യൂപ്പ എന്ന് പറയും. അവസാനം ഈ വളവളവളം ഇരിക്കുന്ന ആ രൂപം കാണുമ്പോൾ വളരെ വികൃതമാണ്, വളരെ മോശമാണ്, അഗ്ലിയാണ്, ആർക്കും തൊടുവാനോ കാണുവാനോ ഇഷ്ടമില്ലാത്ത വെറുപ്പുളവാക്കുന്ന ഒരു രൂപമാണ്. ഇത് മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും അഴുക്കിൽ നിന്നും തുടങ്ങുകയാണ്. പക്ഷെ ഇത് രൂപാന്തരപ്പെട്ട് അവസാനം ഈ പ്യൂപ്പയിൽ നിന്നും ഒരു ജീവി പുറത്തു വരും. അത് പുറത്തു വരുമ്പോൾ വളരെ വർണ്ണശബളമായ മനോഹരമായ പൂമ്പാറ്റയായി മാറുകയാണ്. പൂമ്പാറ്റയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അഴുക്കിലേക്കും ചളിയിലേക്കും മണ്ണിലേക്ക് പോവുകയില്ല. മറിച്ച് പിന്നെ അത് വസിക്കുന്നത് മുഴുവനും പുഷ്പങ്ങളിലായിരിക്കും. മനോഹരമായ വൃത്തിയുള്ള സൗന്ദര്യമുള്ള പുഷ്പങ്ങളിൽ നിന്നും പുഷ്പങ്ങളിലേക്കും അത് കഴിക്കുന്ന ഭക്ഷണം തേനായിരിക്കും. വളരെ മനോഹരമായ ഏറ്റവും വിശുദ്ധമായ തേനായിരിക്കും. അത് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉപകാരിയാണ്. പരാഗണം കൂടെ നടക്കുന്നു. ഒരു പുഷ്പത്തിൽ നിന്നും മറ്റു പുഷ്പങ്ങളിലേക്ക് ഇത് പറന്ന് 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 സഞ്ചരിക്കുമ്പോൾ അവിടെ പരാഗണങ്ങളുടെ നടക്കുവാൻ ഇടയായിത്തീരുന്നു. ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടിയിരിക്കുന്ന മാറ്റം. വെറും പാമ്പിന്റെ കൂട്ട് പുറമേയുള്ള എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടും ഒരു പ്രയോജനവുമില്ല. കഴുകനെ പോലെ കുറേ നാളുകളൊക്കെ മാറ്റം വരുത്തുവാൻ ഇടയായി തീർന്നു. പക്ഷെ അതുകൊണ്ടും പ്രയോജനമില്ല. പാപത്തിലേക്ക് വീണ്ടും നമ്മുടെ മനസ്സ് ചായുകയാണെങ്കിൽ, ലോകത്തിലേക്ക് നമ്മുടെ മനസ്സ് ചായുകയാണെങ്കിൽ, ആ മാറ്റം കൊണ്ടും 6 മാസം കുത്തിയിരുന്നത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇവിടെ ഈ പൂമ്പാറ്റയെ പോലെ അഴുക്കിൽ നിന്നും ചളിയിൽ നിന്നും മണ്ണിൽ നിന്നും വികൃതമായ അറപ്പുളവാക്കുന്ന അനുഭവത്തിൽ നിന്നും ഒരു രൂപാന്തരം വന്നു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് ഒരിക്കലും ആ പഴയ അവസ്ഥയിലേക്ക് പോകുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് മുഴുവനും കഴിഞ്ഞു പോയിരിക്കുന്നു എന്നും ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ. നമ്മൾ ഒത്തിരിയും വചനങ്ങൾ കേട്ടതുകൊണ്ട് ഒരു കാര്യമില്ല, ഒത്തിരിയും പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടും കാര്യമില്ല. ഒന്നേ കേട്ടുള്ളൂ എങ്കിലും കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തായി തീരണം? അത് അത് പ്രയോജനമായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കണം. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മൾ അനുകരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മൾ കേൾക്കുന്ന വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ ഒരു ദിവസം ഒടുക്കലത്തെ നാളിൽ എന്ത് ചെയ്യും? നിങ്ങളെ ന്യായം വിധിക്കുമെന്ന്. ഒത്തിരി കേൾക്കുന്നവർക്ക് ഒത്തിരി അടി കൊള്ളുവാൻ സാധ്യതയുണ്ട്. കുറച്ച് കേൾക്കുന്നതേ ഉള്ളൂ എങ്കിൽ കുറച്ച് പണിഷ്മെന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കേൾക്കുന്ന വചനപ്രകാരം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് സഹായം ചെയ്യുമാറാകട്ടെ. ഇന്ന് ഈ ചെറിയ സന്ദേശം നമ്മൾ ശ്രവിക്കുമ്പോൾ, അതെ, കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അതേപോലെ തന്നെ കർത്താവെ, അവിടുന്ന് സൗമ്യനായിരിക്കുന്നത് പോലെ, താഴ്മയുള്ളവനായിരിക്കുന്നത് പോലെ എനിക്കും താഴ്മയുള്ളവനായിരിക്കുവാൻ, സൗമ്യതയുള്ളവനായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ സൗമ്യത എനിക്ക് നൽകണമേ, അവിടുത്തെ താഴ്മ എനിക്ക് നൽകണമേ.
കർത്താവ് എന്നിലുള്ള കൊമ്പുകളെല്ലാം അവിടുന്ന് മുറിച്ചു കളയണമേ. ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഉള്ള അനേകം കൊമ്പുകളുണ്ട്. ആ കൊമ്പുകളെല്ലാം കർത്താവെ അവിടുന്ന് മുറിച്ച് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ഒരു ദിവസത്തെ പ്രാർത്ഥനയല്ല, പല ദിവസങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മളോട് കരുണ തോന്നി നമ്മളെ വിടുവിക്കുവാനിടയായിത്തീരും. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുക. ഇതൊരു വല്ലാത്ത വ്യാധിയാണ്, വല്ലാത്ത ജാതിയാണ്. ഇത് നീങ്ങിപ്പോകണമെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക എന്ന് പറയുമ്പോൾ പട്ടിണിയിരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പരിപാടികളും നിന്നും നമ്മൾ ഒരു റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാ പരിപാടികളോടും വിട പറഞ്ഞിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ കാലടക്കി വെച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ഉപവസിക്കുക, കൂടെ വസിക്കുക, നമ്മൾ കർത്താവിൻ്റെ കൂടെ വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഉപവസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാനിടയായിത്തീരും. എൻ്റെയും ജീവിതത്തിൽ വിട്ടുമാറാത്ത ഒത്തിരി സ്വഭാവങ്ങളുണ്ടായിരുന്നു. എത്ര പ്രാർത്ഥിച്ചിട്ടും അത് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉപവസിക്കുവാൻ വേണ്ടി തുടങ്ങി. ഉപവസിക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ കുറേ പ്രാവശ്യം ഉപവസിച്ചിട്ടൊന്നും ഒരു മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ അത് മാറുകയില്ലെന്നല്ല എൻ്റെ അർത്ഥം. മാറുന്നത് വരെയും ഉപവസിക്കണം, അത് വിട്ടു പോകുന്നത് വരെയും ഉപവസിക്കണം. കുറേ ദിവസങ്ങൾ ഉപവസിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നും മാറ്റം വന്നിട്ടുണ്ട്, ആ സ്വഭാവം എന്നിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ, കുറച്ചു നാൾ കഴിയുമ്പോൾ തനി സ്വഭാവം വീണ്ടും പുറത്തു വരും. അപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇതുവരെ ഇത് ചത്തില്ലല്ലോ, ചാകാതെ എവിടെയോ ഇങ്ങനെ മാളത്തിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലോ. ആ സമയം വന്നു കഴിഞ്ഞപ്പോൾ ഇവന് പത്തിയും ഉടർത്തി പുറത്തു ചാടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ നിമിഷം അന്ന് തന്നെ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്തോണം? അടുത്ത ഉപവാസം ഇരുന്നോണം. സ്തോത്രം. കാരണം നമുക്ക് മനസ്സിലായി അവൻ ചത്തിട്ടില്ല, ആ സ്വഭാവം ഇപ്പോഴും എന്നിൽ ചാകാതെ കിടക്കുന്നുണ്ട്. കുറച്ചു കാലം ഈ സ്വഭാവം ഇല്ലായിരുന്നു, ചത്തു എന്ന് വിചാരിച്ചു. പക്ഷേ ചത്തിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനെ ഉപവസിച്ചു കൊള്ളണം. നമ്മൾ പോലും അറിയാതെ ഒരു ദിവസം ഈ സ്വഭാവം നമ്മളെ വിട്ടു പോകും. അതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് ഈ പാമ്പ് ചാകുമെന്ന് വിചാരിക്കണ്ട. ഈ നമുക്ക് എതിരെ നിൽക്കുന്ന ഈ പാമ്പ് എന്ന് പറയുന്നത്, ഈ ലോകത്തിലുള്ള പാമ്പിനെ ഒരു നല്ല അടി കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും. 2-3 അടി കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും. എത്ര വിഷമുള്ള പാമ്പാണെങ്കിലും ചത്തുപോകും. പക്ഷെ നമ്മളിൽ ഉള്ള ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ റബ്ബർ പാമ്പ് പോലെയാണ്. എത്ര അടിച്ചാലും ഇത് ചാകത്തില്ല. നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന, നമ്മളിൽ കിടക്കുന്ന ഈ പാമ്പുകൾ, വിഷപ്പാമ്പുകളും ഇത് എത്ര കൊന്നാലും ചാകത്തില്ല. റബ്ബർ പാമ്പ് പോലെയാണ്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിന്റെ തല എപ്പോഴും നമ്മുടെ കാലിന്റെ കീഴേ ആയിരിക്കണം. നമ്മൾ 4-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, പാപം നിന്റെ പടിവാതിക്കൽ ഇങ്ങനെ പതുങ്ങി കിടക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, വേറെ ആരോടുമല്ല ആഗ്രഹം, നിന്നെ മാത്രമാണ് അത് ലക്ഷ്യം വച്ചിരിക്കുന്നത്. അതിനെ നീ ജയിക്കണമെന്നാണ് കായീനോട് കർത്താവ് കൊടുക്കുന്ന കൽപ്പന. നമ്മുടെ എല്ലാവരുടെയും ദൂരങ്ങളിലൊന്നുമല്ല, ഒരു ഡോറിന്റെ വ്യത്യാസമേ ഉള്ളൂ, ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ, അല്ലെങ്കിൽ 1 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ വാതിലിന്റെ വെളിയിൽ ഇവൻ ഇങ്ങനെ പതുങ്ങി കിടക്കുകയാണ്. അവൻ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് നമ്മളെയും കൊണ്ട് പോകുക എന്നുള്ളതാണ്. നമ്മളുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയുക, നമ്മളിലുള്ള ദൈവകൃപയെ ചോർത്തി കളയുക, നമ്മളെ ദുഷ്ടൻ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ സാത്താൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെയും കൂടെ കൊണ്ടുപോകുക എന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യം അവനില്ല. അപ്പൊ ഏത് നേരത്തും പിശാചി ഇടർച്ചകൾ കൊണ്ടുവരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നമ്മൾ ദൈവകൃപയുള്ളവരായിരിക്കണം. നമ്മൾ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകമുള്ളവരായിരിക്കണം. നമ്മൾ ഡിസേണിങ് പവർ, വിവേചിക്കുവാനുള്ള വരം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഒരിക്കലും ദുഷ്ടന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ, അവന്റെ ഉപായങ്ങളിൽ, അവന്റെ ചതികളിൽ നമ്മൾ കുടുങ്ങിപ്പോകുവാൻ ഒരിക്കലും ഇടയായിത്തീരരുത്. അപ്പം ഇത് ചാകത്തില്ല. ഈ പാമ്പിനെ നമുക്ക് എന്നേക്കുമായിട്ട് അടിച്ച് കൊല്ലുവാനായിട്ട് കഴിയത്തില്ല. അപ്പം പിന്നെ എന്താണ് ഒരു മാർഗം? ഇതിന്റെ കടി കിട്ടാതിരിക്കുവാൻ വേണ്ടി എന്താണ് ഒരു മാർഗം? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇതിന്റെ തല എപ്പോഴും നമ്മുടെ കാലിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം.
എന്ന് പറഞ്ഞാൽ ഒരിക്കലും തല എന്ത് ചെയ്യാൻ പാടില്ല. ഇവന്റെ തല ഉയർത്തിയിട്ട് വേണ്ടേ ഇവൻ കൊത്താൻ. അതുകൊണ്ട് എപ്പോഴും ഇതിന്റെ തല നമ്മുടെ കാലിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം, ചവിട്ടിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് പാടില്ല. കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ കൊത്തുക തന്നെ ചെയ്യും. കാരണം അവന്റെ ലക്ഷ്യം വേറെ ആരുമല്ല, നമ്മളെ മാത്രമാണ് ലക്ഷ്യം വെച്ചിങ്ങനെ കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെയും, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സൗമ്യതയുള്ളവരായി തീരുവാൻ, ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മാറത്തില്ല ഒരിക്കലും. ഒരു ദൈവദാസൻ തന്നെ പറഞ്ഞതാണ്, ഇതൊന്നും ഇനിയും ഒരിക്കലും മാറുമെന്ന് തോന്നുന്നില്ല, വർഷങ്ങളായിട്ടുള്ളതല്ലേ. അതുകൊണ്ട് നല്ല പ്രായമുള്ള ദൈവദാസനാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എത്ര വർഷം പഴക്കമുള്ള കേസാണെങ്കിലും സ്വഭാവമാണെങ്കിലും നമ്മുടെ കർത്താവിനെ നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 2:5 നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതെ, ക്രിസ്തുവിന്റെ ഭാവം എന്താണെന്നും ഇന്ന് ഭൂമിയിൽ അനുകരിക്കാൻ പറ്റിയ ഒരേ ഒരാളും നമ്മുടെ കർത്താവും അലക്സാണ്ടറിന്റെ കൂട്ടവും അല്ലെങ്കിൽ ബിൻ ലാദന്റെ കൂട്ടവും അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂട്ടുള്ള ആളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതും പീഡയിലൂടെ കടന്നു പോകുന്നത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾക്ക് അമേരിക്കയിൽ പോലും ഫ്രീഡമില്ല. ഈ ലോകത്തിൽ എവിടെയും നമുക്ക് സ്വാതന്ത്ര്യമില്ല. കാരണം ലോകം മുഴുവൻ ക്രിസ്ത്യാനിക്ക്, ദൈവമക്കൾക്ക് വിരുദ്ധമാണ്. ഒരു കാര്യം ഓർക്കണം, ഈ ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോഴാണല്ലോ ആളുകൾ ഭീകരന്മാരായി തീരുന്നത്. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ ടെററിസ്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ ടെററിസ്റ്റ്, ക്രിസ്തീയ ഭീകരന്മാരും ഭീകര സംഘടനകളും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഞാനായിരിക്കുന്ന സൗദി അറേബ്യയിലൊക്കെ ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ ഭയങ്കരമായ മാറ്റമാണ്, രാത്രിയും പകലും പോലെ മാറ്റമാണ് വന്നിരിക്കുന്നത്. എന്നാൽ 24 വർഷം മുമ്പ് ഞാൻ വരുമ്പോൾ 10-15 പേരും ഭയന്ന് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ശബ്ദം ഒരു ശകലം പോലും പുറത്തു വരാതെ കുത്തിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നാളുകളുണ്ടായിരുന്നു. കാരണം ശബ്ദം പുറത്തു വന്നാൽ ഏതെങ്കിലും ഒരുത്തൻ ഒറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, ക്രൂരമായി മതകാര്യ പോലീസ്, റിലീജിയസ് പോലീസ് ഉപദ്രവിക്കുന്നു, ബൈബിളുകൾ ചവിട്ടുന്നു, തുപ്പുന്നു, ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു, വലിച്ചു കീറി കളയുന്നു, എന്നിട്ട് ഡീപ്പോർട്ടേഷൻ സെന്ററിൽ ഇട്ടിട്ട് പീഡിപ്പിക്കുന്നു, എന്നിട്ട് അവിടെ നിന്നും എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വിടുന്നു. അപ്പൊ നോക്കണം, ഈവൻ ഈ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണല്ലോ ലോകം മുഴുവൻ, അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പീഡകൾ. എന്നിട്ടും, ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ക്രിസ്ത്യൻ ടെററിസ്റ്റ് ഉണ്ടാകുന്നില്ല? ISI ഇറാഖിൽ ഏകദേശം 4 ലക്ഷത്തോളം ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിച്ചത്. സിറിയയിൽ 3 ലക്ഷത്തോളം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു. അതേപോലെ സകേല അഫ്ഗാനിസ്ഥാന്റെ കാര്യമൊന്നും പറയുകയേ വേണ്ട. പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെടുന്നതിന് കൈയും കണക്കുമില്ല. ക്രിസ്ത്യാനികൾ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ ഇവന്മാര് തന്നെ എന്ത് ചെയ്യും? ഈ മുള്ളകൾ തന്നെ അമ്മമാരുടെ ഖുറാൻ വലിച്ചു കീറി ആ വീടിന്റെ മുമ്പിൽ ഇടും. എന്നിട്ട് ഇവന്മാര് തന്നെ എന്നിട്ട് എന്ത് ചെയ്യും? നാട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വരും, ഇവൻ ഖുറാൻ വലിച്ചു കീറി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് തന്നെ പറയും, ഇവളെ നബിയെ നിന്ദിച്ചു എന്ന് പറഞ്ഞിട്ട്, നബി നിന്ന നടത്തി എന്ന് പറഞ്ഞിട്ട്, അള്ളാഹുവിനെ എന്ത് വേണമെങ്കിലും പറയാം, അള്ളാഹുവിനെ എന്തോ വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പവുമില്ല, ഒരു നിയമവും ഇല്ല. പക്ഷെ ഈ മുഹമ്മദിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ കഴിയത്തില്ല. ഈ കള്ളസാക്ഷികളെ നിർത്തിയിട്ട് പാകിസ്ഥാനിലും എത്രയോ ഖുറാൻ വലിച്ചു കീറി എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിലെ 4 പേരെ ആ വീടിനകത്തിട്ട് ജീവനോടെ കത്തിച്ച കഥകളൊക്കെ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നതാണ്. എന്നിട്ടും എവിടെയെങ്കിലും ഒരു ഭീകരന്മാർ എഴുന്നേറ്റോ? കാരണം എന്തുവാണ്? ക്രിസ്തുവിന്റെ സന്ദേശം. ഒരു പുസ്തകം ദൈവത്തിൽ നിന്നുള്ളതാണോ സാത്താനിൽ നിന്നുള്ളതാണോ എന്ന് തിരിച്ചറിയുവാൻ വേറെ എങ്ങും പോകണ്ട, ആ പുസ്തകം നൽകുന്ന സന്ദേശം മാത്രം നോക്കിയാൽ മതി. ഒരു പുസ്തകം സമാധാനം, സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, തിന്മയ്ക്കെതിരെയാണ് പറയുന്നതെങ്കിൽ നന്മയാൽ തിന്മയെ ജയിക്കണം,
ശാപത്തിന് ശാപം നൽകരുത്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം. നോക്കണം, ആത്മീകമായതാണ് പറയുന്നതെങ്കിൽ, സ്വർഗീയമായതാണ് പറയുന്നതെങ്കിൽ, മാനുഷികമായതും നന്മകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹം, സന്തോഷം, സൗമ്യത, നന്മ പ്രവർത്തിക്കുക, നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുതും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. തമ്മിൽ തമ്മിൽ സമാധാനമായിരിക്കുവിൻ, കഴിയാവുന്നിടത്തോളം എല്ലാവരോടും സമാധാനമായിട്ടിരിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇതൊക്കെ ലോകത്തിലെ മനുഷ്യരുണ്ടാക്കിയ ഒരു മതങ്ങൾക്കും ഇത് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ഈ സന്ദേശം എന്താ? ക്രിസ്ത്യാനികൾക്ക് എന്താ ആരോഗ്യമില്ലേ? അവർ ആഹാരം കഴിക്കുന്നവരല്ലേ? അവരുടെ കൈകൾക്ക് മസിലില്ലേ? അവരെ കൊണ്ട് വിചാരിച്ചാലും രണ്ടുപേരെ അടിച്ച് താഴെ ഇടുവാനുള്ള ശക്തിയൊക്കെ ഇല്ലേ? നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ 10ഉം 50ഉം പേരൊക്കെ ഉള്ളിടത്താണ് ഈ 4ഉം 5ഉം അവന്മാർ വന്നിട്ട് കുറുവടികളുമായിട്ട് വന്നിട്ട് അടി തുടങ്ങുന്നേ. ഈ കടന്നു വരുന്ന 4-5 പേരെ അല്ലെങ്കിൽ 10 20 പേരെ 50 പേർക്ക് നേരിട്ട് അടിച്ച് ഓടിക്കുവാൻ കഴിയാഞ്ഞിട്ടാണ്. നിന്നങ്ങ് അടികൊള്ളുകയാണ്, നിന്നടികൊള്ളുകയാണ്. പല്ല് പൊട്ടി വായ്ക്കകത്ത് വീഴുകയാണ്, ചെവി കന്നം പൊട്ടുകയാണ്, തല പൊട്ടുകയാണ്, കൈകൾ തല്ലി ഒടിക്കുകയാണ്, ചോര ഒഴുകുകയാണ് അടിയേറ്റ്. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല? പ്രതികരിക്കുന്നില്ല. കാരണം ക്രിസ്തുവിന്റെ സന്ദേശം അത്രത്തോളം സ്വാധീനം നമ്മളിൽ ചൊലുത്തി. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പ്രതികരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കത്തില്ല. ഒരിക്കലും ഞാനും തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വേണ്ടി പോയി. പക്ഷെ അത് ഈ മതങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടതാണ്. അത് ഒരിക്കലും പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനിവിടെ ഒരു ഇൻഡോർ സഭയ്ക്കുള്ളിൽ പ്രസംഗിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പ്രസംഗം ഇവിടെ നടത്തി. അപ്പോൾ ഒരു സഹോദരൻ ആഗ്രഹം ഇത് അവരുടെ തിരുവനന്തപുരത്ത് നടത്തണം. എന്നിട്ട് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞു, ഇത് പുറമെ പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, ഇത് പുറമെ പ്രസംഗിക്കാൻ, പബ്ലിക്കായിട്ട് പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഇത് മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല, വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് പോയി. അവർ 12 കിലോമീറ്ററാണ് മൈക്ക് വെച്ച് കെട്ടിയിരിക്കുന്നത്. തമ്പാനൂര് വരെ മൈക്ക് വെച്ച് കെട്ടി. എന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരെണ്ണം പോലും വരികയില്ല, വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് അറിയാം അവന്മാർ നടന്നു പോകത്തില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചട്ടമ്പികളാണ്, ഞങ്ങൾക്കെതിരെ ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ അവന്മാർ പിന്നെ ഇവിടെ നിന്ന് ശരിയായിട്ടൊന്നും പോകത്തില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ഇവിടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാകാൻ ആരും വരത്തില്ല. അതുകൊണ്ട് പാസ്റ്റർ ധൈര്യമായിട്ട് അങ്ങ് പ്രസംഗിക്കുക, ഇത് മാത്രം പ്രസംഗിച്ചാൽ മതി, ഇതല്ലാത്തതൊന്നും ഇവിടെ പ്രസംഗിക്കുകയും വേണ്ട. ഞാൻ ആകപ്പാടെ കഷ്ടത്തിലായി. കാരണം ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന വിഷയമാണ്. ഇത് ആളുകൾ വരും, വഴക്കുണ്ടാക്കും, അടി കൊള്ളും. അടി കൊണ്ടിട്ട് പിന്നെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് അകത്ത് പ്രസംഗിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഞാൻ പുറത്ത് പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഇവർ വിടുന്നില്ല, ഇത് തന്നെ പറയണം. അവർ ഇവിടെ നിന്ന് ടേപ്പിനകത്തെല്ലാം റെക്കോർഡ്, അന്ന് വള്ളി കാസറ്റാണ്, അതെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രസംഗിക്കണം. ഞാൻ ആകപ്പാടെ കഷ്ടത്തിലായി. കർത്താവെ എന്താ ചെയ്യുന്നത്? ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. പിന്നെ എന്തായാലും സമ്മതിച്ചും, എന്തായാലും വലിയ കേടുകൂടാതെ അവിടെ പ്രസംഗിക്കുന്നതിന്റെ കൂട്ടത്തിൽ 2 പ്രാവശ്യം പോലീസ് ജീപ്പ് അവരെ വന്നിട്ട് ബ്രേക്ക് ഇട്ടു. 2 പ്രാവശ്യം അവർ ബ്രേക്ക് ഇട്ടിട്ട് അവരൊന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇവരെ എല്ലാം കണ്ടപ്പം അവരെ തിരിച്ചങ്ങ് പോകുവാനിടയായി തീർന്നു. അപ്പൊ നോക്കണം, പോലീസിന് വരെ അവിടെയുള്ള വിശ്വാസികളെ പേടിയാണ്. അവർ ഗ്യാരണ്ടി തരികയാണ്, പാസ്റ്റർ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരുത്തനും ഇവിടെ ചലിക്കാൻ വേണ്ടി പോകുന്നില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഞങ്ങളെ കുറിച്ച് അവർക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. നോക്കണം, എന്തൊരു സാക്ഷ്യമാണ്. ഇങ്ങനെയുള്ള വിശ്വാസികളും ഉണ്ട്, ഇല്ലെന്നല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ദൈവത്തിന്റെ നാമം മഹിമപ്പെടുകയില്ല. നമ്മുടെ ഈ മസിൽ പവർ കൊണ്ടും നമ്മുടെ ഈ രാഷ്ട്രീയ ശക്തികൾ കൊണ്ടും നമ്മുടെ സംഘടിത ശക്തികൾ കൊണ്ടൊക്കെ നമുക്ക് ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയൊക്കെ കഴിയും. പക്ഷെ ക്രിസ്തുവിന്റെ സന്ദേശം അതല്ല. ക്രിസ്തുവിന്റെ സന്ദേശം നേരെ തിരിച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് പറയുന്ന ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 4:5 നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നിങ്ങളുടെ സൗമ്യത, പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവ് അറിയണം, മറ്റുള്ളവർ അറിയണം. ഒരിക്കലും നിങ്ങളിലുള്ളതും
മറ്റുള്ളവർ അറിയരുതെന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ പറയുകയാണ് മറ്റുള്ളവർ അറിയണം. നിങ്ങളുടെ ചില കാര്യങ്ങൾ മറ്റുള്ളവർ അറിയണം. നിങ്ങൾ വാങ്ങിച്ച കാറും നിങ്ങൾ ഉണ്ടാക്കിയ വീടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആഡംബരങ്ങളൊന്നും അല്ല കാണിക്കേണ്ടുന്നത്. നിങ്ങളുടെ ഈ വാക്ചാതുര്യങ്ങളൊന്നും അല്ല കാണിക്കേണ്ടുന്നത്. നിങ്ങളുടെ ഈ ഗമയൊന്നും അല്ല കാണിക്കേണ്ടുന്നത്. നിങ്ങൾ കാണിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. മറ്റുള്ള മനുഷ്യർക്ക് ഇടയിൽ പബ്ലിസിറ്റി കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങൾ. എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ താഴ്മ ഞങ്ങൾക്ക് നൽകണം, അവിടുത്തെ സൗമ്യത ഞങ്ങൾക്ക് നൽകണം, അവിടുത്തെ ആ ദിവ്യ സ്വഭാവം ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളിലുള്ള സകല അഹങ്കാരങ്ങളെയും, നിഗളം, ഗർവം, ഉന്നത ഭാവം, ഞാനെന്ന ഭാവം, തൻ്റെ ഇടം, ഇതെല്ലാം കർത്താവെ എന്നിലുണ്ട്. അങ്ങ് സമ്മതിക്കണം. അസൂയ എന്നിലുണ്ട് കർത്താവെ. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. മറ്റുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ അയൽക്കാരൻ നല്ലൊരു വീട് വെച്ച് അത് താമസിക്കുമ്പോൾ എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ സഭയിലുള്ള ഒരു സഹോദരൻ എന്നേക്കാൾ നല്ലൊരു ജോലി, ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. കർത്താവ്, എന്നിൽ എന്തോ അസൂയുണ്ട് കർത്താവെ. എനിക്ക് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. എനിക്ക് ഇല്ലാത്തത് മറ്റുള്ളവർക്ക് ഉള്ളപ്പോൾ അതിൽ സന്തോഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതാണ് ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സന്ദേശമൊക്കെ കേട്ടിട്ട് നല്ല ഗുഡ് മെസ്സേജ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഈ സന്ദേശം കേട്ടതിന് ശേഷം അല്പസമയം ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, കർത്താവ്, ഇന്ന് കേട്ട സന്ദേശം പോലെ എനിക്കുമാകുവാൻ എന്നെ സഹായിക്കണമേ. ഇവിടെ സദൃശ്യവാക്യം 22:4 വായിക്കുകയാണ്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഒരുപക്ഷെ ഈ ഭൂമിയിലൊന്നും ഇതിന് നമുക്ക് വലിയ പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവ് ഒരു ദിവസം നമുക്ക് പ്രതിഫലം തരും. എന്താണെന്നറിയാമോ? താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം. അതിനൊരു പ്രതിഫലമുണ്ട്. താഴ്മയ്ക്ക് ഒരു പ്രതിഫലമുണ്ട്. ഇന്നുകൾ വിചാരിക്കുന്നത് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയെന്നാണ്, പിന്നെ നമ്മൾ പിക്ചറിലേ കാണത്തില്ലെന്നാണ്. ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ, സൗമ്യതയുള്ളവരായി കഴിഞ്ഞാൽ, നമ്മുടെ നാവിനെയൊക്കെ ഒന്ന് അടക്കി വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുമെന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അത് തെറ്റാണ്. അത് മാനുഷികമായ കാര്യങ്ങളാണ്. ഒരിക്കലേ ഞാൻ തിരുവല്ലയിൽ ഒരു പുതിയ കാർ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പുതിയ കാർ മേടിച്ചിട്ട് ഞാൻ തിരുവല്ലയിലൂടെ പോവുകയാണ്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ തോന്നും. അല്ലെ, ആ കാർ ആദ്യമായിട്ട് ഓടിച്ചു പോവുകയാണ്. ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ മോനുണ്ട്. അന്ന് ആദ്യത്തെ മോൻ മാത്രമേ ഉള്ളൂ. തിരുവല്ലയിലൂടെ പോകുമ്പോൾ ആ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്ക്. അപ്പൊ അതിലേ കൂടി ഇങ്ങനെ വരുമ്പോഴും ഒരു സ്കൂട്ടിക്കകത്ത് ഒന്ന് തട്ടി. സ്കൂട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ ആ സൈലൻസറിന്റെ സൈഡിൽ ആ റബ്ബറിനകത്ത് ഒന്ന് തട്ടിയതേ ഉള്ളൂ. അയാളൊന്ന് കുലുങ്ങി. അയാൾ താഴെയൊന്നും വീണൊന്നുമില്ല, ഫുൾ ബാലൻസ്ഡ് ആയിരുന്നു. ഈ മനുഷ്യനെ ആ റോഡിന്റെ നടുക്കോട്ട് ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങ് ബഹളം വയ്ക്കാൻ വേണ്ടി തുടങ്ങി. ഭയങ്കരമായിട്ട് അങ്ങ് ഒച്ചയെടുത്ത് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്. എന്തോ വലിയ ദുരന്തം നടന്നതുപോലെ. അപ്പോഴത്തേക്ക് ആ ടാക്സി സ്റ്റാൻഡിലുള്ള എല്ലാവരും, ബസ്സുകളെല്ലാം വന്ന് ഓണടിക്കുകയാണ്. ആ ജംഗ്ഷൻ മുഴുവൻ അങ്ങ് ബ്ലോക്കായി. അപ്പം എനിക്ക് വല്ലാത്ത വിഷം. ഞാൻ ആ സഹോദരനോട് പറഞ്ഞിട്ട്, നിനക്ക് എന്താ വേണ്ടുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്നേ? ഞാനൊന്നും പറയുന്നില്ലല്ലോ, നീ ഒന്നും മിണ്ടാതിരിക്കുക. നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് പുതിയ സ്കൂട്ടർ വേണം, പുതിയ സ്കൂട്ടർ ഞാൻ മേടിച്ചു തരാം. ഇവനിതൊന്നും കേൾക്കുന്നില്ല, അവനങ്ങ് ബഹളം വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ ടാക്സി സ്റ്റാൻഡിലുള്ള ഡ്രൈവർമാരും ഓട്ടോക്കാരും എല്ലാം കൂടെ വന്നിട്ട് ഇവനിങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പം ഇവന്റെ കൂടെ നിന്നിട്ട് അവരുടെ പക്ഷം നിൽക്കുകയാണ്. ഉടനെ പെട്ടെന്ന് പോലീസ് പാഞ്ഞു വന്നിട്ട് പറഞ്ഞു, റോഡ് മാറ്റാൻ പറഞ്ഞു, സൈഡിലോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞു. ഇറക്കത്തോട്ട് അങ്ങ് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടിലോട്ട് താഴോട്ട് ഇറങ്ങിയ വളവിന് സ്ഥലമുള്ളടത്ത് പോയി നിർത്താൻ പറഞ്ഞു. അവിടെ പോയി നിർത്തി കഴിഞ്ഞപ്പം ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് പുതിയ വണ്ടി വേണം, പുതിയ സ്കൂട്ടർ വേണം, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്, ബഹളം ഉണ്ടാക്കുന്നത്, ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഉടനെ ഇവൻ എൻ്റെ അടുക്ക് വന്ന് ചോദിക്കുക, പാസ്റ്റർ ആണോ? അവൻ എൻ്റെ അടുക്ക് വന്ന് ചോദിക്കുക, പാസ്റ്റർ ആണോ?
അപ്പൊ ഞാൻ ചോദിച്ചു, നീ വിശ്വാസിയാണോ? ആ, ഞാൻ വിശ്വാസിയാണെന്ന്. ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെയാണ് വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടവരാകുന്നത്. അപ്പൊ ഇവൻ പറയുകയാണ്, എന്റെ പാസ്റ്ററെ, ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പക്ഷത്ത് 10 പേര് വേണമെങ്കിൽ ഇച്ചിരി ബഹളവും ഒച്ചയും ഇങ്ങനെയൊക്കെ വളർന്ന് കുവിയെങ്കിൽ മാത്രമേ. നമ്മൾ മൗനമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇടിയും കൊണ്ട് നമ്മുടെ ചളുങ്ങിയ സ്കൂട്ടറും എടുത്തുകൊണ്ട് നമ്മൾ പോകേണ്ടി വരും. എന്നാലും ഞാൻ പറഞ്ഞു, എടാ നീ കടുങ്കൈയാണല്ലോ ചെയ്തത്. ഇങ്ങനെയാണോ വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് വേർപെട്ടവരാകുന്നത്? എടാ, ഞാൻ നിന്നോട് കരഞ്ഞു പറഞ്ഞില്ലേ? എടാ, ഒന്നാമത് എനിക്ക് ആദ്യമായിട്ട് നമ്മൾ കേരളത്തിലൊക്കെ വണ്ടി വളരെ കുറച്ചേ ഓടിച്ചിട്ടുള്ളൂ. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്, കൊച്ചു കുഞ്ഞുണ്ട്. ഞാൻ ചോദിച്ചു, എടാ ഞാൻ നിന്നോട് അവിടെ വെച്ചേ പറഞ്ഞില്ലേ? അവൻ പറയാ, അതൊക്കെ പറച്ചിലൊക്കെ നടക്കത്തുള്ളൂ, എന്നിട്ട് അവർ രക്ഷപ്പെട്ടങ്ങ് പോകും. നമ്മുടെ പക്ഷത്ത് 10 പേരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പിടിവള്ളിയുള്ളൂ. അതിനുള്ള ഏക തന്ത്രമാണ് എന്തുവാ? ബഹളം വയ്ക്കുക, കൂവുക, അലറുക, ആളുകളെ കൂട്ടുക. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര പൈസ വേണം? ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനങ്ങ് ചമ്മി നാറി വല്ലാതെയായി. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞു, നീ സമ്മതിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ പരിപാടി ഇനി മേലാൽ അല്ലെങ്കിൽ നീ ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്, പ്രത്യേകിച്ച് നീ വിശ്വാസിയാണെന്ന് പറയരുത്. നീ ഒരു വിശ്വാസിയാണെന്ന് പറയുകയും നിന്റെ ഈ പ്രവൃത്തി ഒരിക്കലും ദൈവത്തിന് ഹിതമുള്ളതല്ല. നമ്മൾ സഹിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഇനി സ്കൂട്ടർ ചതഞ്ഞു പോയാലും നീ അവിടെ സൗമ്യതയോടെ നിൽക്കണമായിരുന്നു. നീതിയായിട്ട് എന്തെങ്കിലും ഉള്ളതും നിനക്ക് ലഭിക്കണമായിരുന്നു. നീയല്ല നീതി നടപ്പാക്കേണ്ടത്, നീയല്ല നീതി ഉണ്ടാക്കേണ്ടത്. എന്തായാലും അവസാനം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. ആ സഹോദരൻ ലിബിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ലിബിയയിൽ, അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ തിരിച്ചു വന്നതാണ്. ലിബിയയിൽ യുദ്ധം നടന്നു കഴിഞ്ഞപ്പോൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുകയാണെങ്കിൽ, ക്രിസ്തുവിലുള്ള സ്വഭാവം നമ്മൾ ഇല്ലാത്തിടത്തോളം കാലം ക്രിസ്ത്യാനി എന്ന് പറയുന്നത് കൊണ്ട് എന്തില്ല? ഒരു കാര്യമില്ല. ക്രിസ്ത്യാനി എന്ന് പറയുകയാണെങ്കിൽ ക്രൈസ്റ്റ് ഇൻ എന്നാണ്. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഇൻ, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാനിടയായി തീരട്ടെ. ഇവിടെ കർത്താവ് പറയുകയാണ്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം. മീഖ 6:8. മീഖ 6:8. മനുഷ്യ, നല്ലത് എന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നിന്നോട് കർത്താവ് എന്താ ചോദിക്കുന്നേ? വേറെ ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. മനുഷ്യ, അത് വളരെ ആ ഭാഷാ ശൈലി തന്നെ നോക്ക്. മനുഷ്യ, യഹോവ നിന്നോട് എന്താ ചോദിക്കുന്നത്? അവൻ നിനക്ക് നല്ലത് എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. നന്മ പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും അല്ലാതെ കർത്താവ് നമ്മളോട് എന്താണ് ചോദിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോൾ സർവകൃപാലുവായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.